എന്റെ ഫോൺ സാറിന്റെ കയ്യിലും സാറിന്റെ ഫോൺ എന്റെ കയ്യിലും ആയിപ്പോയല്ലേ? ആ അതെ അതെ. കൽവിളക്കിന്റെ അവിടെ വെച്ചിട്ട് മാറിപ്പോയാന്ന് തോന്നുന്നു. അത് തിരിച്ചറിയണമല്ലോ. എന്റെ ഫോൺ വാങ്ങിക്കാൻ വേണം, അതിനുവേണ്ടി വിളിച്ചേ. സോറി സർ, സാറിനൊരു ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, ബുദ്ധിമുട്ടൊന്നും പറയല്ലേ. സോറി ഒന്നും പറയുന്നത് ശരിയല്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. അല്ല, കൈക്ക് കുഴപ്പമാണോ? പൊള്ളലെങ്ങനെ ഉണ്ടായ? ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പൊള്ളിയില്ലെന്ന്. അല്ല, എന്നാലും സൂക്ഷിക്കണം. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് ഐശ്വര്യക്ക് അപകടം ഉണ്ടായത്. കുഴപ്പമില്ല സർ. സൂക്ഷിക്കണം ഐശ്വര്യെ. ഐശ്വര്യയുടെ കൈ ചുമന്നിരിക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് എന്തുമാത്രം വിഷമമെന്നറിയോ? സത്യം പറഞ്ഞ വീട്ടിൽ വന്ന ശേഷവും ഞാൻ അത് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. വല്ലാത്തൊരു ടെൻഷൻ. അത് വിട് സർ, അതിനു വേണ്ടിയൊന്നും പറ്റിയില്ലല്ലോ. അല്ല, അതിങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഭാവിയിൽ ചിലപ്പോ സെപ്റ്റിക് ആവും. ഇനി ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോകോളാം. അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ഞാൻ ഒന്നുകൂടെ പറയുക, ഈ കൈ പെരട്ട ഓയിൽമെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഞാൻ വാങ്ങിച്ചുകൊണ്ടുവരാം. ചേട്ടന്റെ അനിയൻ തന്നെ. അച്ഛന്റെ മോനെന്ന് വേണമെങ്കിലും പറയാം. അതെ സാറേ, ഇനിയെങ്കിലും സാറൊരു കാര്യം ശ്രദ്ധിക്കണം. അമ്പലത്തിൽ വരുമ്പോ ഈ ജുബ്ബയൊന്നും ഇട്ടോണ്ട് വരരുത്. ഷർട്ടാ സേഫ്. സത്യം പറഞ്ഞാൽ ഈ ജുബ്ബ എന്ന് പറഞ്ഞ സാധനമേ എനിക്ക് ഇഷ്ടമല്ല. ഏട്ടത്തിന് നിർബന്ധിച്ചിട്ട് ഞാൻ എടുത്തിട്ടത്.